പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ആമേൻ. അമ്മേ മാതാവേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ചെറിയ ഒരു കാര്യം. അമ്മേ മാതാവേ, അനേകായിരം മക്കൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നു. അവർക്ക് പൈസ എല്ലാമേ ഇല്ലായി കൊണ്ട് അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ കഷ്ടത്തിലായിരുന്നു. യേശുവേ, അവർക്ക് ഫിനാൻഷ്യലായി നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണമേ. കുറേ പേര് ജോലി ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. അവർക്കായിട്ട് യേശുവേ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് അവർക്ക് നല്ലൊരു ജോലി ഒന്ന് ലഭിച്ചു കൊടുക്കാൻ അമ്മേ മാതാവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, ഇതിൽ ജോലിക്കാരായിട്ടും വല്ല ഓണർമാരുമായിട്ടും ഫിനാൻഷ്യലായിട്ട് നല്ല സപ്പോർട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൃപാസന അമ്മയുടെ മേൽ അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന മക്കൾക്കായിട്ട് നിങ്ങൾ പറ്റിയെങ്കിൽ നിങ്ങളെ കൊണ്ട് ഉപകാരം ചെയ്യാൻ പറ്റുന്ന ചെറിയ ഉപകാരമായി അവർക്ക് ചെറിയ ജോലിയോ ലഭിച്ച് കൊടുക്കുകയോ എല്ലാം നിങ്ങളെ കൊണ്ട് സഹായിക്കുന്ന വണ്ണം പൈസയായിട്ട് സഹായിക്കാൻ പറ്റിയാൽ വളരെ ഒരു ഉപകാരമായ കാര്യമായിരിക്കും. യേശുവേ, അനേകായിരം മക്കൾ എത്രയോ പേര് പൈസ ഇല്ലാണ്ട് എത്രയോ പേര് ആത്മഹത്യ വരയ്ക്കും പോകുന്നുണ്ട്. അവർ കാര്യം അതായിരിക്കില്ല, അവർക്ക് ജോലിയില്ലായ്മ കൊണ്ട് ലോൺ അടയ്ക്കാൻ പറ്റാതെയും ഇല്ല പലവിധ പ്രശ്നങ്ങൾ കാരണമായും അവർക്ക് പൈസകൾ അടയ്ക്കാൻ പറ്റാതെ പല തെറ്റുകളായ വഴിയിൽ പോയി അവരുടെ കുടുംബജീവിതം നശിച്ചു കൊണ്ടിരിക്കുകയാണ്. മാതാവേ, എൻ്റെ കൃപാസന മാതാവ്, നീ ഇത് കാണുന്നില്ലേ? അമ്മേ മാതാവേ, എങ്ങനെയെങ്കിലും അവർക്ക് നല്ലൊരു ജ്ഞാനവും ബുദ്ധിയും കൊടുക്കണമേ. സ്വന്തമായി ആലോചിക്കാനുള്ള ഒരു കഴിവ് പോലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത നിലമയിൽ കുറേ പേര് ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് കൊണ്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഓണർമാരോ എല്ലാ കമ്പനിക്കാരോ എല്ലാം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന വണ്ണം നിങ്ങൾ അവർക്ക് അവരുടെ വയസ്സും കാര്യങ്ങളും നോക്കാണ്ട് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ച് അവരുടെ കുടുംബം പോറ്റുവാനുള്ള ഒരു ചെറിയ തുകയായി ഒരു ജോലി അവർക്ക് നിങ്ങൾ നൽകി കൊടുക്കണമേ. മാതാവേ, നിങ്ങൾ പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, നമ്മൾ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോഴും നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. അത് എല്ലാവർക്കും അറിഞ്ഞതാണ്. ഇതിൻ്റെ ഇടപെട്ട വേലയിൽ നമ്മൾ ഇത്രയും പണം ഉള്ളവർ ചേർത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും എന്നറിയില്ല. കുറേ പേര് പണം വെച്ച് കൊണ്ടിരുന്ന് അവർക്ക് ഉള്ളപ്പോൾ ആരെങ്കിലും സഹായം ചോദിക്കുമ്പോഴും കൊടുക്കാണ്ട് അവരെ കയ്യിൽ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാണ്. അത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ എത്രയും നിങ്ങൾ കൊടുക്കണോ അത്രയും ഇരട്ടി ആയി കർത്താവ് നിങ്ങൾക്ക് നൽകുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങൾക്ക് കൊണ്ടത് ചെയ്യാൻ പറ്റുന്ന വണ്ണം 5 10 എത്രയെങ്കിലും നിങ്ങളെ കൊണ്ട് സഹായം ചെയ്യാൻ പറ്റുമോ അത് ഇല്ലാത്തവർക്ക് നിങ്ങൾ സഹായിക്കുക. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ചെറിയൊരു കാര്യം പറയാം. നിങ്ങൾ വെച്ചിരിക്കുന്ന ഈ പൈസ നിങ്ങൾ ആരെങ്കിലും ഉപകാരപ്പെട്ട് ആ പൈസ കൊടുത്താൽ അതിന് ആ പൈസയ്ക്ക് വാല്യൂ ആണ്. ഇല്ലെങ്കിൽ ആ പൈസയല്ല, വെറും ഒരു പേപ്പറാണ്. ഇറ്റ്സ് എ പീസ് ഓഫ് പേപ്പർ. ഇഫ് യു support someone with money, the money have a value, or else it became a just a paper. So നിങ്ങൾ ഇത് പൂർണ്ണമായും ഇതിനെപ്പറ്റി അറിഞ്ഞവർ സഹായിക്കുന്നവർ ഇഷ്ടംപോലെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇനി ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വന്ന് പൈസയായിട്ടോ ജോലിയായിട്ടോ ഇല്ല വേറെ എന്ത് കാര്യമായിട്ടോ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ ചെയ്തു കൊടുത്താൽ അമ്മ മാതാവ് നിങ്ങൾക്ക് ഇതിനും ഇരട്ടിയില്ല 10 അല്ല 100 മടങ്ങ് നിങ്ങൾക്ക് അമ്മ മാതാവ് നിങ്ങൾക്ക് ലഭിക്കും. കർത്താവേ, ഇത് ഞാനിപ്പോൾ പറയുന്നത് ഞാനും ഇതേപോലെ കാര്യത്തിൽ ഞാനും കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിയാത്തവർ പലരും എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബം ജീവിച്ചു പോയി. എനിക്ക് ജോലിയില്ലാണ്ട് 1.25 കൊല്ലമായി ഞാൻ കഷ്ടത്തിലാണ്. കുറേ പേര് അറിഞ്ഞവരും അറിയാത്തവരും എനിക്ക് സഹായം ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. എന്നെക്കൊണ്ട് തിരിച്ച് കൊടുക്കാൻ പറ്റാത്ത വണ്ണം സഹായം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന വണ്ണം ഞാൻ എല്ലാവർക്കും ആരൊക്കെയാണ് എനിക്ക് തന്നത് ഞാൻ അവർക്ക് തിരികെ കൊടുക്കാനായിട്ട് ഞാൻ എൻ്റെ കർത്താവോട് പ്രാർത്ഥിച്ച് അതിനനുസരിച്ചുള്ളൊരു ജോലി കർത്താവ് എനിക്ക് ലഭിച്ച് തന്നിട്ടുണ്ട്. 1.25 കൊല്ലം കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്.
ഈ ജോലി മേഖലയിൽ ഞാൻ നന്നായി ചെയ്ത് ആ പൈസ എടുത്ത് ആർക്കെല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്തു അവർക്കായിട്ട് ഞാൻ തിരികെ കൊടുത്ത് അവർക്ക് വളരെ ഒരു താങ്ക്സ് പറയണം. മാതാവേ, എന്നെക്കൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 5 10 എന്നെക്കൊണ്ട് കൊടുക്കാൻ പറ്റിയ ഞാനും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് കൊടുക്കുമ്പോൾ അതിനുള്ള ഒരു മനതൃപ്തി നമുക്ക് കിട്ടും. ഇത് ഞാൻ പൂർണ്ണമായും ഇതിൽ വിശ്വസിക്കുന്നു. എന്നാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുത്ത കാര്യങ്ങളിൽ എന്നോ ചെയ്ത കാര്യങ്ങൾ ഇന്ന് അതെനിക്ക് ഫലമായി എനിക്ക് അറിയാത്തൊരു പോലെ തന്നെ വിളിച്ച് എനിക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഒരുപാട് നന്ദി. അമ്മയ്ക്ക് ഒരുപാട് നന്ദി. സ്വോത്രം യേശുവേ നന്ദി. യേശുവേ സ്വോത്രം. അമ്മ, എൻ്റെ മാതാവേ, കൃപാസന മാതാവേ, എന്നെ കൊണ്ട് കഴിയാവുന്ന വെള്ളം ഞാൻ എല്ലാവർക്കും ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനിയും ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. യേശുവേ, അതിനുള്ള കഴിവ് എനിക്ക് തരണമേ. അതിനുള്ള ജോലി തന്ന ജോലിക്കയറ്റങ്ങളിൽ കൂടെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാതാവ്, ഈ ചാനൽ ഞാൻ തുടങ്ങി ഒരു 5-6 മാസമായി. ഒരു 3 പ്രാവശ്യങ്ങളും ഞാൻ ഈ ചാനലിൽ ഞാൻ മോണിറ്റൈസേഷനായിട്ട് അപ്ലൈ ചെയ്തു. 2 പ്രാവശ്യം ചെയ്തു. 2 പ്രാവശ്യം റിജക്റ്റ് ആയിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇപ്പോൾ ഞാനത് കൃത്യമായി ഞാൻ ക്ലിയർ ചെയ്ത് ഇത് ക്ലിയർ ചെയ്ത് പിന്നെ ഇനി ഈ ചാനലിൽ കൂടെ ഇനി പൈസ ലഭിക്കുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം അത് 5 10 എത്രയായാലും എന്നെക്കൊണ്ട് ഈ ചാനലിൽ നിന്ന് കിട്ടുന്ന ഒരു 1% പൈസ ഞാൻ എടുത്ത് ഞാൻ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എന്നെക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വണ്ണം ഞാൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കുന്നു. മാതാവ്, അതിനായിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങി. ഞാൻ എന്നെക്കൊണ്ട് ഇതിൽ എത്രയോ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആ കമൻറ്റ് കൂടെ എന്നെക്കൊണ്ട് പറ്റിയെങ്കിൽ അവരുടെ ചാറ്റ് ചെയ്ത് എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വണ്ണം ഞാൻ പൈസ അവർക്ക് ഞാൻ കൊടുക്കാനാണ് യേശുവേ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാൽ നമ്മൾ വരുമ്പോഴും ഒന്നും കൊടുത്തിട്ടില്ല, പോകുമ്പോഴൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എനിക്കും അറിഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളതിന് ഇടപെട്ട ഗ്യാപ്പിൽ നമ്മൾ എത്രയും സമ്പാദ്യം ചെയ്തോ അത് നമ്മൾക്ക് മറ്റവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ കർത്താവ് നമുക്ക് ഒരുപാട് നമുക്ക് നല്ല യേശു നമുക്ക് നല്ല ഒരു സന്ദർഭം നമുക്ക് തരും. നമുക്ക് ഇരട്ടി തരും. നമ്മളതിൽ വിശ്വസിക്കുക. നിങ്ങളതിൽ ട്രൈ ചെയ്യുക. ഇത് പിടിച്ച് കയ്യിൽ വെച്ചുകൊണ്ട് നമുക്കൊന്നും നേടാൻ പോകുന്നില്ല. ഒരു 4 പേർക്ക് നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അവർ നമുക്കായിട്ട് പ്രാർത്ഥിക്കും. നമുക്ക് മേലും വളരാനായിട്ടുള്ള ഒരു നല്ല ഒരു ചാൻസ് നമുക്ക് കിട്ടും. അതിന് നിങ്ങളെല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കുക. അമ്മയും മാതാവേ, കൃപാസന മാതാവേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇനിയും തുടങ്ങിയിട്ട് ഇത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്ന് തൊട്ടെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സും ചേട്ടന്മാരും ചേച്ചിമാരും അപ്പച്ചന്മാരും അമ്മച്ചിമാരും നിങ്ങൾ ചെറുത് മുതൽ നിങ്ങൾ തുടങ്ങി പറ്റാവുന്ന വണ്ണം ഇല്ലാത്തവർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പൈസ ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഉപദ്രവം ചെയ്യാണ്ടിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. യേശുവേ, ഞാൻ വളരെ കഷ്ടത്തിലാണ്. എന്താണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പല ഇന്നും കുറേ കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട്. ഞാൻ അതിന് ചെയ്തതിന് എനിക്ക് അവരെന്ത് ദ്രോഹം ചെയ്തു എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എല്ലാ കാര്യവും അവർക്കായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരും. ഇപ്പോൾ തിരിച്ച് നമുക്ക് എല്ലാം തിരിച്ചാണ് നമുക്ക് ചെയ്യുന്നത്. തിരിച്ച് അടിയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടും ആരും നമ്മളെ നോക്കുന്നില്ല. ഇപ്പോൾ കാലങ്ങൾ അങ്ങനെ തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് നോക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക. എൻ്റെ മക്കളെ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കുമായിട്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയും കൊടുക്കുന്നോ അത്രയും അധികം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. ഒരു താലന്ത് കൊടുത്തവൻ 10 താലന്തായി ചെയ്യുന്ന പോലെ നിങ്ങളും അതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക, വളരുക. എൻ്റെ അമ്മേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ നാമത്തിൽ ആമേൻ.